അങ്ങനെ ബാലചന്ദ്രൻ സ്റ്റാലിൻ്റെ അടുത്തെത്തി. വീട്ടിനുള്ളിലേക്ക് കയറാൻ നിൽക്കുമ്പോൾ 2 ഡോഗ് വന്നിട്ട് ഫ്രണ്ടിൽ തന്നെ നിൽക്കുന്നത് കാരണം അകത്തേക്ക് കയറാൻ കഴിയാതെ ബാലചന്ദ്രൻ പുറത്ത് തന്നെ നിൽക്കുകയാണ്. ഗോവർദ്ധനും കാറിൽ തന്നെ ഇരിക്കുകയാണ് പേടിച്ചിട്ട്. അപ്പോൾ ഉള്ളിൽ നിന്ന് ഒരാൾ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ആരാണ് നിങ്ങൾ, ആരെ കാണാൻ വന്നാണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റാലിൻ ജോസഫിൻ്റെ വീടല്ലേ ഇത്, എനിക്ക് സ്റ്റാലിൻ ജോസഫിനെ ഒന്ന് കാണണം, ഞാനൊരു ബിസിനസ്സുകാരനാണ്, എൻ്റെ പേര് ബാലചന്ദ്രൻ, പാലയിൽ നിന്ന് വരികയാണെന്ന് മാത്രം പറഞ്ഞാൽ മതി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അകത്ത് പോയി പറഞ്ഞ് നായ്ക്കളെയൊക്കെ അങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ട് അകത്ത് പോയി ബാലചന്ദ്രൻ വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇവിടുന്ന് ബാലചന്ദ്രൻ്റെ അടുത്ത് അകത്തേക്ക് പോകാനും പറയുന്നുണ്ട് ആൾ വന്നിട്ട്. അങ്ങനെ അകത്ത് കയറിയതും സ്റ്റാലിൻ ജോസഫ് മുകളിൽ നിന്ന് താഴത്തേക്ക് നടന്നു വരികയാണ് സ്റ്റെയർ കേസിലൂടെ. അങ്ങനെ വന്ന് താഴെ വന്ന് ഇരുന്നിട്ട് ബാലചന്ദ്രൻ്റെ അടുത്ത് ഇരിക്കാനൊക്കെ പറയുന്നുണ്ട്. എന്താണ് കാര്യം, എന്നെ എന്തിനാണ് ഇത്രയും ദൂരം നിന്ന് കാണാൻ വന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഒരാൾ കാണാൻ വന്നു എന്നല്ലാതെ വേറെ ഒരു ഡീറ്റെയിൽസും എനിക്ക് എൻ്റെ അടുത്ത് പറഞ്ഞില്ല, എന്താണ് എന്നൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ പാലിൽ നിന്നാണ് വരുന്നത് എന്ന് പറയുകയാണ് ബാലചന്ദ്രൻ. അപ്പോൾ സ്റ്റാലിൻ ജോസഫ് ചോദിക്കുന്നുണ്ട്, അവിടെ പാലയിൽ റബ്ബർ ആയിരിക്കില്ലേ ബിസിനസ്, അവിടെ ഏറ്റവും കൂടുതലുള്ളത് അതല്ലേ, അതാണ് ചോദിച്ചത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അല്ല, എനിക്ക് വേറെ ചെറിയ ബിസിനസ്സുകളാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നായയെ ഭയങ്കര ഇഷ്ടമാണ് അല്ലേ, ഇതിനെ കൊടുക്കൂ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ബാലചന്ദ്രൻ. അപ്പോൾ സ്റ്റാലിൻ ജോസഫ് പറയുന്നുണ്ട്, ഞാൻ വളർത്തുന്നത് കൊടുക്കാനല്ല, എനിക്ക് എൻ്റെ വീട്ടിലേക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വളർത്തുന്നത്, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. എൻ്റെ വീട്ടിലുണ്ട് ഒരു പെൺകുട്ടി, ഡോഗിനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, റോഡിൽ കൂടെ പോകുമ്പോഴും ആ ഡോഗിൻ്റെ അടുത്ത് അവൾ സംസാരിച്ചിട്ട് നടക്കാറ്, അവളുടെ ജീവൻ ഒരിക്കൽ ഒരു ഡോഗ് രക്ഷിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഒരിക്കൽ ഇങ്ങോട്ട് വരുമ്പോൾ ആ കുട്ടിയെ കൂടി കൊണ്ടുവരണം, അവൾക്ക് ഇതൊക്കെ കാണുമ്പോൾ സന്തോഷമാകുമെന്ന് പറഞ്ഞിട്ട് സ്റ്റാലിൻ പറയുകയാണ് ബാലചന്ദ്രൻ്റെ അടുത്ത്. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, തീർച്ചയായിട്ടും കൊണ്ടുവരും, ആ കുട്ടിയെ കൂടി പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്ന് ബാലചന്ദ്രൻ സ്റ്റാലിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. സ്റ്റാലിൻ ചോദിക്കുന്നുണ്ട്, പുറത്ത് നിൽക്കുന്ന ആളെ എന്താ വിളിക്കാത്തത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് വേണ്ട, നമ്മൾക്ക് 2 പേര് മാത്രം അറിയേണ്ട ഒരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത്, ഞാൻ ഇത്രയും ദൂരത്തു നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ അത് എത്രത്തോളം പ്രധാനപ്പെട്ട കാര്യമാണെന്നുള്ളത് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ എന്ന് സ്റ്റാലിൻ്റെ അടുത്ത് ബാലചന്ദ്രൻ പറയുന്നുണ്ട്. അപ്പോൾ സ്റ്റാലിൻ പറയുന്നുണ്ട്, എന്നാൽ പറഞ്ഞോളൂ, ഞാൻ കേൾക്കാൻ തയ്യാറാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരു ഗംഗാധര മേനോനെ കുറിച്ച് അറിയോ, നിങ്ങളുടെ കൂടെ നേരത്തെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ആളാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആളിങ്ങനെ ഓർത്തെടുത്തിട്ട് പറയുന്നുണ്ട്, അതെ എനിക്കറിയാം, എൻ്റെ ഓഫീസറായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആളുടെ ഫാമിലി ആയിട്ട് ഒരിക്കൽ ക്വാർട്ടേഴ്സിൽ താമസിച്ചിരുന്നു, ആൾക്കൊരു പെങ്ങളും അവിടെ വന്ന് താമസിച്ചിരുന്നു, അവരെക്കുറിച്ച് അറിയൂ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റാലിൻ ഇങ്ങനെ ഓർത്തെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോഴേക്കും ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നെടുമ്പുരയ്ക്കൽ കുഞ്ഞിരാമൻ മേനോൻ്റെ മകൾ വൈജയന്തിയെ എന്ന് പറയുന്നുണ്ട്. ആ പേര് കേട്ടതും സ്റ്റാലിൻ ഒന്ന് ഞെട്ടുന്നുണ്ട്. നിങ്ങൾ അവരുമായി പ്രണയത്തിലായിരുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അത് കേട്ടതും സ്റ്റാലിൻ ഒന്ന് ഷോക്കാവുന്നുണ്ട്. ഷോക്കായിട്ട് കയ്യിലുള്ള മദ്യം കുടിച്ചിട്ട് അങ്ങനെ ഷോക്കായ പോലെ തന്നെ നിൽക്കുന്നുണ്ട്, കണ്ണൊക്കെ ചുവന്ന്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.